ഹലോ ഫ്രണ്ട്സ്, GK മലയാളത്തിലേക്ക് സ്വാഗതം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഉൽപ്പാദിപ്പിച്ച അത്യുൽപാദന ശേഷിയുള്ളതും പ്രത്യേക സുഗന്ധം ഉള്ളതുമായ മഞ്ഞൾ ഇനം ഏത്? ഉത്തരം IISR സൂര്യ. കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം ഏത്? ഉത്തരം ധർമ്മടം. കണ്ണൂർ ജില്ലയിലെ ധർമ്മടമാണ് കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത മണ്ഡലം. പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യയുടെ കര, നാവിക, വ്യോമസേനകൾ സംയുക്തമായി പാകിസ്ഥാനെതിരെ നടത്തിയ ആക്രമണമാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആര്? വൈഭവ് സൂര്യവംശി. 35 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടുന്ന രണ്ടാമത്തെ താരം കൂടിയാണ്. 30 പന്തിൽ സെഞ്ചുറി നേടിയ വെസ്റ്റ് ഇൻഡീസിന്റെ ക്രിസ് ഗെയിൽ ആണ് IPL ചരിത്രത്തിൽ ഏറ്റവും വേഗത്തിൽ സെഞ്ചുറി നേടിയ ആദ്യ താരം. അടുത്തിടെ പ്രകാശനം ചെയ്ത പൊതുവിദ്യാലയങ്ങളിലെ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ തെരഞ്ഞെടുത്ത ഡയറി കുറിപ്പുകളുടെ സമാഹാരത്തിന്റെ പേര്? കുരുന്നെഴുത്തുകൾ. ഡയറി കുറിപ്പുകളുടെ എഡിറ്റർ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായ V. ശിവൻകുട്ടി. 2024 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം സാറ ജോസഫ്. 3 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ ഗ്ലോബൽ നെറ്റ്വർക്ക് പട്ടികയിൽ ഇടം നേടിയ കേരളത്തിൽ നിന്നുള്ള നഗരം ഏത്? കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരം കൊച്ചിയാണ്. 2024 മെയ്യിൽ അന്തരിച്ച പ്രശസ്ത മലയാളി സാക്ഷരതാ പ്രവർത്തക ആര്? ഉത്തരം KV റാബിയ. KV റാബിയയുടെ ആത്മകഥയുടെ പേരാണ് സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ഡോക്ടർ ഭീംറാവു അംബേദ്കർ അഭയരൺ എന്ന പേരിൽ പുതിയ വന്യജീവി സങ്കേതം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഉത്തരം മധ്യപ്രദേശ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി മോഹൻ യാദവ്. KSRTC ബസ്സുകളിൽ ടിക്കറ്റ് എടുക്കുന്നത് ഉൾപ്പെടെയുള്ള സേവനങ്ങൾക്കായി തയ്യാറാക്കിയ ആപ്പ് ഏത്? ഉത്തരം ചലോ. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന്? ഉത്തരം 2025 മെയ് 2. 2025 മെയ് 2 വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ഔദ്യോഗികമായി രാജ്യത്തിന് സമർപ്പിച്ചത്. 2025 ലോകാരോഗ്യ സംഘടനയുടെ റോഡ് സുരക്ഷാ സൂചികയിൽ ലോകത്ത് ഏറ്റവും സുരക്ഷിതമായി വാഹനമോടിക്കാവുന്ന രാജ്യം ഏത്? ഉത്തരം നോർവേ. ഇന്ത്യയുടെ സ്ഥാനം 49. ഇന്ത്യ 49-ാം സ്ഥാനത്ത്. പ്രഥമ MV വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം 2025 ലഭിച്ചതാർക്ക്? ഉത്തരം പാണ്ഡുരംഗ ഖഡ്ഗെ. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് പാണ്ഡുരംഗ ഖഡ്ഗെ. ഇന്ത്യയിലെ ആദ്യ പോളാർ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഗോവ. ഗോവ വാസ്കോയിലെ നാഷണൽ സെന്റർ ഫോർ പോളാർ ആൻഡ് ഓഷ്യൻ റിസർച്ചിലാണ് മ്യൂസിയം നിലവിൽ വരുന്നത്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനമാരംഭിച്ചത് എവിടെയാണ്? കൊച്ചി. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിനകത്ത് വിമാനയാത്രക്കാർക്ക് വേണ്ടിയിട്ടാണ് സർവീസ് ആരംഭിച്ചത്. കേന്ദ്ര കായിക മന്ത്രാലയത്തിനു കീഴിൽ പ്രവർത്തിക്കുന്ന നെഹ്റു യുവകേന്ദ്രയുടെ പുതിയ പേര്? ഉത്തരം മേരാ യുവ ഭാരത്. 1972 നെഹ്റു യുവകേന്ദ്ര സംഘാടൻ പ്രവർത്തനമാരംഭിച്ചത്. ആസ്ഥാനം ന്യൂഡൽഹി. കേരളത്തിലെ ആദ്യത്തെ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ച സ്ഥലം ഏത്?
ഉത്തരം കൊച്ചി. ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. ദോഹ ഡയമണ്ട് ലീഗ് അത്ലറ്റിക്സിൽ 90.23 മീറ്റർ എറിഞ്ഞാണ് നീരജ് ചോപ്ര 2ാം സ്ഥാനം നേടിയത്. ജർമ്മനിയുടെ ജൂലിയൻ വെമ്പറാണ് 1ാം സ്ഥാനത്ത് എത്തിയത്. കവി വിഷ്ണുനാരായണൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം വൈഷ്ണവം ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 വൈഷ്ണവം സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ശ്രീകുമാരൻ തമ്പി. 1,11,111 രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2025 മെയ്യിൽ ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം ലക്നൗ. ഉത്തർപ്രദേശിലെ ലക്നൌവിലാണ് ബ്രഹ്മോസ് സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലിന്റെ നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചത്. 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ശാസ്ത്ര മ്യൂസിയങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? ഉത്തരം സരോജ് ഘോഷ്. 2025 യുനെസ്കോ മെമ്മറി ഓഫ് ദ വേൾഡ് രജിസ്റ്ററിൽ ഉൾപ്പെട്ട ഇന്ത്യയിൽ നിന്നുള്ള പൈതൃക ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം ഭഗവത്ഗീത, നാട്യശാസ്ത്രം. 2025 മെയ്യിൽ ഏതു രാജ്യത്തു നിന്നാണ് ചീറ്റകളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്? ഉത്തരം ബോട്സ്വാന. പത്മപ്രഭ മെമ്മോറിയൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 2025 പത്മപ്രഭ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം ആലങ്കോട് ലീലാകൃഷ്ണൻ. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ പുതിയ ചെയർമാനായി അടുത്തിടെ നിയമിതനായത് ആര്? ഉത്തരം നിപുൺ അഗർവാൾ. അടുത്തിടെ അമേരിക്കൻ മെറിറ്റ് കൗൺസിൽ ഹിസ്റ്ററി മാൻ ഓഫ് ഇന്ത്യ എന്ന ബഹുമതി നൽകി ആദരിച്ച മലയാളി ആര്? ഉത്തരം ജിതേഷ് ജി. ചിത്രകലയുടെ അരങ്ങിലെ ആവിഷ്കാരമായ വരയരങ്ങ് എന്ന തനതു കലാരൂപത്തിന്റെ ഉപജ്ഞാതാവാണ് ജിതേഷ് ജി. ടണൽ ബോറിംഗ് മെഷീൻ ഉപയോഗിച്ച് റെയിൽവേ വിജയകരമായി നടപ്പിലാക്കുന്ന ആദ്യ തുരങ്ക നിർമ്മാണം ഏത്? ജനാസു തുരങ്കം. നിർമ്മാണം പൂർത്തിയായാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ തുരങ്കമായിരിക്കും ജനാസു തുരങ്കം. 2025 കബഡി ലോകകപ്പ് പുരുഷ വിഭാഗം കിരീടം നേടിയ രാജ്യം ഏത്? ഇന്ത്യ. വേദി UK. പൂർണ്ണമായും ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമായി രൂപകൽപ്പന ചെയ്ത ഇന്ത്യയിലെ ആദ്യത്തെ തുറമുഖം ഏത്? ഉത്തരം വിഴിഞ്ഞം തുറമുഖം. കുപ്രസിദ്ധമായ അൽക്കാട്രാസ് ജയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യം? ഉത്തരം അമേരിക്ക. 2025 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി ആര്? ഉത്തരം പ്രഭാവർമ്മ. 3 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇന്ത്യയിൽ ആദ്യമായി പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം തെലുങ്കാന. 267ാമത് മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര്? ഉത്തരം കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ. അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ മാർപ്പാപ്പയായ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രേവോ ലൂയി 14 എന്നാണ് അറിയപ്പെടുക. ഹ്യൂമൻ ഡെവലപ്മെന്റ് റിപ്പോർട്ട് 2025 പ്രകാരം മാനവ വികസന സൂചിക 2023 1ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഉത്തരം ഐസ്ലാൻഡ്. 2ാം സ്ഥാനത്ത് നോർവേ, 3ാം സ്ഥാനത്ത് സ്വിറ്റ്സർലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം 130. ഇന്ത്യയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2022 തുടക്കമിട്ട ഡിജി കേരളം എന്ന പദ്ധതിയിലൂടെയാണ് കേരളം ഈ സുവർണ നേട്ടം കൈവരിച്ചത്. ഇന്ത്യയിൽ പ്രവർത്തനമാരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാല ഏത്? ഉത്തരം ഇല്ലിനോയ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, മുംബൈയിലാണ് ഈ സർവകലാശാല പ്രവർത്തനമാരംഭിക്കുക.
2025 മെയ്യിൽ രൂപീകൃതമായതിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം സിക്കിം. ലോക അത്ലറ്റ് ഫെഡറേഷൻ സംഘടിപ്പിക്കുന്ന പ്രഥമ നീരജ് ചോപ്ര ക്ലാസിക് ജാവലിൻ ത്രോ മത്സരത്തിന് 2025 വേദിയാവുന്നത്? ഉത്തരം ബംഗളൂരു. ലോകത്തിലെ ആദ്യ വാണിജ്യാടിസ്ഥാനത്തിലുള്ള മെഥനോൾ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഡെൻമാർക്ക്. അന്താരാഷ്ട്ര നഴ്സസ് ദിനം എന്ന്? ഉത്തരം മെയ് 12. 2025 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം? ഉത്തരം നമ്മുടെ നഴ്സുമാർ നമ്മുടെ ഭാവി. നഴ്സുമാരെ പരിചരിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു എന്നതാണ് 2025 അന്താരാഷ്ട്ര നഴ്സസ് ദിനത്തിന്റെ പ്രമേയം. ലോകത്തിലെ ഏറ്റവും അധികം ഡൗൺലോഡ് ചെയ്യപ്പെട്ട ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ചാറ്റ് GPT. 2025 മെയ്യിൽ ടെറിട്ടോറിയൽ ആർമിയിൽ ലഫ്റ്റനന്റ് കേണൽ പദവി നൽകി ആദരിക്കപ്പെട്ട കായിക താരം ആര്? ഉത്തരം നീരജ് ചോപ്ര. ഇന്ത്യയിലെ ആദ്യത്തെ AI അധിഷ്ഠിത ഡാറ്റാ സെന്റർ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ഛത്തീസ്ഗഡ്. അടുത്തിടെ മഹാരാഷ്ട്രയിലെ ഇത്വാരി റെയിൽവേ സ്റ്റേഷൻ ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. 2025 മെയ്യിൽ നിപ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേരളത്തിലെ ജില്ല ഏത്? ഉത്തരം മലപ്പുറം. 2018 കേരളത്തിൽ നിപ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്തത്. ലോകത്തിലെ ആദ്യ ഊർജ പ്രസരണ ഉദ്യാനം നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം ബാബുജി വനം. തെലുങ്കാന സംസ്ഥാനത്തിലെ കനക ശാന്തിവനത്തിലാണ് ബാബുജി വനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എയർ ആംബുലൻസ് സർവീസായ സഞ്ജീവനി ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം ഏത്? ഉത്തരം ഉത്തരാഖണ്ഡ്. 2025 അന്താരാഷ്ട്ര മില്ലറ്റ്സ് ഫെസ്റ്റിവലിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കർണാടക. ബ്രഹ്മോസ് മിസൈൽ വാങ്ങുന്നതിനായി അടുത്തിടെ ഇന്ത്യയുമായി കരാർ ഒപ്പിട്ട രണ്ടാമത്തെ രാജ്യം ഏത്? ഉത്തരം വിയറ്റ്നാം. ആദ്യത്തെ രാജ്യം ഫിലിപ്പൈൻസ്. പ്രവാസികൾക്ക് ചികിത്സ മുതൽ കലാപഠനം വരെ നടത്താനുള്ള സൗകര്യം ഒരുക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ഉത്തരം ലോക കേരളം ഓൺലൈൻ. എറണാകുളത്തെ ആദ്യത്തെ ഹരിത വിനോദസഞ്ചാര കേന്ദ്രം ഏത്? പാണിയേലി പോര് വിനോദസഞ്ചാര കേന്ദ്രം. ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചിക 2025 പ്രകാരം 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏത്? ഫിൻലൻഡ്. 2-ാം സ്ഥാനത്ത് എസ്റ്റോണിയ, 3-ാം സ്ഥാനത്ത് നെതർലാൻഡ്. ഇന്ത്യ 151-ാം സ്ഥാനത്ത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതിയുടെ പേര്? ഉത്തരം അമൃതം ആരോഗ്യം. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം അമരാവതി. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. 2025 മെയ്യിൽ നടക്കുന്ന 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത്? ഉത്തരം ബീഹാർ. ഭാഗ്യചിഹ്നം ഗജസിംഹ. ഗുജറാത്ത് സംസ്ഥാനത്തിൽ നിലവിൽ വന്ന പുതിയ ജില്ലയുടെ പേര്? വാവ് തരാട്. 8 ഇനങ്ങളിൽ ജൈവ വൈവിധ്യ പ്രതീകങ്ങൾ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത്? ഉത്തരം കോഴിക്കോട്. കോഴിക്കോട് ജില്ലയുടെ പുഷ്പമായി തിരഞ്ഞെടുക്കപ്പെട്ട പുഷ്പം ഏത്? അതിരാണി. കോഴിക്കോട് ജില്ലയുടെ പക്ഷിയായി തിരഞ്ഞെടുക്കപ്പെട്ട പക്ഷി ഏത്? ഉത്തരം മേനിപ്പൊന്മാൻ.
കോഴിക്കോട് ജില്ലയുടെ ശലഭമായി തിരഞ്ഞെടുക്കപ്പെട്ട ശലഭം ഏത്? മലബാർ റോസ്. കോഴിക്കോട് ജില്ലയുടെ വൃക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട വൃക്ഷം ഏത്? ഉത്തരം ഈയകം. കോഴിക്കോട് ജില്ലയുടെ പൈതൃക വൃക്ഷമായി തിരഞ്ഞെടുക്കപ്പെട്ട വൃക്ഷം ഏത്? ഉത്തരം ഈന്ത്. കോഴിക്കോട് ജില്ലയുടെ ജലജീവിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജീവി ഏത്? നീർനായ. കോഴിക്കോട് ജില്ലയുടെ മത്സ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട മത്സ്യം ഏത്? പാതാള പൂന്താരകൻ. കോഴിക്കോട് ജില്ലയുടെ മൃഗമായി തിരഞ്ഞെടുക്കപ്പെട്ട മൃഗം ഈനാംപേച്ചി. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ നഗരപ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന ഹരിത നഗരം ക്യാമ്പയിൻ്റെ പേര്? ഉത്തരം വിമൻ ഫോർ ട്രീ. ഭാരത് ബയോടെക് വികസിപ്പിച്ച കോളറയ്ക്കുള്ള ഓറൽ വാക്സിൻ ഏത്? ഉത്തരം ഹിൽകോൾ. കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് പൂർണ്ണമായും ഡിജിറ്റലാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര്? ഉത്തരം സിയാൽ 2.0. എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത ആര്? ഉത്തരം ചോൻസിൻ ആക്മോ. ഹിമാചൽ പ്രദേശിൽ നിന്നുള്ള ചോൻസിൻ ആക്മോ ആണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത. 2025 ഓപ്പൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് ആര്? ഉത്തരം സ്പാനിഷ് താരമായ കാർലോസ് അൽക്കാരസ്. ഇറ്റലിയുടെ യാനിക് സിന്നറെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസ് കിരീടം നേടിയത്. 2025 ഇറ്റാലിയൻ ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് ആര്? ഉത്തരം ഇറ്റലിയുടെ ജാസ്മിൻ പൗളിനി. അമേരിക്കയുടെ കൊക്കോ ഗൗഫിനെ പരാജയപ്പെടുത്തിയാണ് ജാസ്മിൻ പൗളിനി കിരീടം നേടിയത്. ലോകാരോഗ്യ സംഘടനയുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ പദ്ധതി ഏത്? ഉത്തരം ബന്ധു ക്ലിനിക് പദ്ധതി. അതിഥി തൊഴിലാളികൾക്ക് മികച്ച ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബന്ധു ക്ലിനിക് പദ്ധതി. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച സിനിമയ്ക്കുള്ള പാം ഡി ഓർ പുരസ്കാരം സ്വന്തമാക്കിയ ലോകപ്രശസ്ത ഇറാനിയൻ സംവിധായകൻ ആര്? ഉത്തരം ജാഫർ പനാഹി. ലോക ജൈവ വൈവിധ്യ ദിനം എന്ന്? ഉത്തരം മെയ് 22. 2025 ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം? ഉത്തരം പ്രകൃതിയോട് ചേർന്നുള്ള ജീവിതവും സുസ്ഥിര വികസനവും എന്നതാണ് 2025 ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് 2025 മെഡൽ പട്ടികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ഏത്? ഉത്തരം മഹാരാഷ്ട്ര. 2ാം സ്ഥാനത്ത് ഹരിയാന, 3ാം സ്ഥാനത്ത് രാജസ്ഥാൻ, കേരളം 8ാം സ്ഥാനത്ത്. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിന് 2025 വേദിയായത് ബീഹാർ. ഭാഗ്യചിഹ്നം ഗജസിംഹ. 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് റോബോട്ടിക് വിദ്യാഭ്യാസം നിർബന്ധമാക്കുന്ന ആദ്യ സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. 2025 ലോക ഭക്ഷ്യ പുരസ്കാരം ലഭിച്ചതാർക്ക്? ഉത്തരം മരിയാഞ്ചല ഹംഗ്രിയ. തപസ്വിനി അമ്മ അബലകൾക്ക് ശരണം ആയി ജീവിച്ച പുണ്യവതി എന്ന പുസ്തകം എഴുതിയത് ആര്? ഉത്തരം പ്രൊഫസർ MK സാനു. 2025 മെയ്യിൽ 121ാമത് വാർഷികം ആഘോഷിച്ച അന്താരാഷ്ട്ര സംഘടന ഏത്? ഉത്തരം ഫിഫ. ഫിഫ രൂപീകരിച്ചത് 1904 മെയ് 21. ഫിഫയിൽ അംഗരാജ്യങ്ങളായിട്ടുള്ളത് 211 രാജ്യങ്ങൾ. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ കരാർ ഒപ്പിട്ടത് ഏതു രാജ്യവുമായിട്ടാണ്? ഉത്തരം സൗദി അറേബ്യ. 12 കോടി രൂപയുടെ ആയുധ കരാറാണ് US സൗദി അറേബ്യയുമായി നടത്തിയത്. യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം പ്രഖ്യാപിച്ച നഗരം ഏത്? ഉത്തരം ഇൻഡോർ. മഹാരാഷ്ട്രയിലെ ഇൻഡോർ എന്ന നഗരമാണ്
യാചകമുക്ത നഗരമായി കേന്ദ്ര സാമൂഹ്യനീതി മന്ത്രാലയം അടുത്തിടെ പ്രഖ്യാപിച്ചത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച 103 റെയിൽവേ സ്റ്റേഷനുകളിൽ ഉൾപ്പെട്ട കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ ഏതൊക്കെയാണ്? കോഴിക്കോട് ജില്ലയിലെ വടകര റെയിൽവേ സ്റ്റേഷനും തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനുമാണ് അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ റെയിൽവേ സ്റ്റേഷനുകൾ. 72ാമത് മിസ് വേൾഡ് സൗന്ദര്യ മത്സരത്തിന് വേദിയാവുന്ന ഇന്ത്യൻ നഗരം ഏത്? ഉത്തരം ഹൈദരാബാദ്. അടുത്തിടെ റഷ്യയിൽ നിരോധനം ഏർപ്പെടുത്തിയ മനുഷ്യാവകാശ സംഘടന ഏത്? ആംനസ്റ്റി ഇന്റർനാഷണൽ. ഒഡീഷയിലെ വംശനാശ ഭീഷണി നേരിടുന്ന ഒലീവ് റിഡ്ലി ആമകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓപ്പറേഷൻ ഒലിവിയ. ധനകാര്യ മാസികയായ ഫോബസ് പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന കായിക താരം എന്ന നേട്ടം തുടർച്ചയായി 3ാം തവണയും സ്വന്തമാക്കിയത് ആര്? ഉത്തരം ക്രിസ്റ്റാനോ റൊണാൾഡോ. പോർച്ചുഗലിന്റെ ഫുട്ബോൾ താരമാണ് ക്രിസ്റ്റാനോ റൊണാൾഡോ. ഡിസ്പെൻസറിയോട് കൂടിയ ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനമാരംഭിക്കുന്ന സംസ്ഥാനം ഏത്? ഉത്തരം കേരളം. എറണാകുളം ജില്ലയിലെ കടമക്കുടി പഞ്ചായത്തിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഹരിത ബോട്ട് ആംബുലൻസ് പ്രവർത്തനമാരംഭിക്കുന്നത്. പുരാണ കഥാപാത്രമായ ദമയന്തി പ്രധാന കഥാപാത്രമാവുന്ന അഗേത എന്ന നോവൽ രചിച്ചതാര്? ഉത്തരം OS പ്രിയദർശനൻ. 2025 നവതി ആഘോഷിക്കുന്ന കോഴഞ്ചേരി പ്രസംഗം നടത്തിയത് ആര്? ഉത്തരം C കേശവൻ. അടുത്തിടെ നാഷണൽ പാർക്ക് പദവി ലഭിച്ച സിംലിപാൽ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഒഡീഷ. ബിതർക്കണിയയ്ക്കു ശേഷം ഒഡീഷയിലെ 2ാമത്തെ നാഷണൽ പാർക്കായ സിംലിപാൽ നാഷണൽ പാർക്ക് ഇന്ത്യയിലെ 107ാമത്തെ നാഷണൽ പാർക്കാണ്. അടുത്തിടെ ഇന്ത്യ ഏതു രാജ്യത്തിന്റെ പക്കൽ നിന്നാണ് ഇഗ്ല-S വ്യോമ പ്രതിരോധ മിസൈലുകൾ വാങ്ങിയത്? ഉത്തരം റഷ്യ. അന്റാർട്ടിക്കയിൽ പുതിയ റേഡിയോ ദൂരദർശിനി സ്ഥാപിച്ച രാജ്യം ഏത്? ഉത്തരം ചൈന. ഡെൻമാർക്ക് എനർജി ഏജൻസിയുടെ പഠനത്തിൽ കാറ്റാടിപ്പാടത്തിന് അനുയോജ്യമായി കേരളത്തിൽ കണ്ടെത്തിയ സ്ഥലം ഏത്? ഉത്തരം വിഴിഞ്ഞം. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഉത്തരം M മുകുന്ദൻ. കടലും കടലോരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കുന്നതിനായി ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര്? ശുചിത്വ സാഗരം സുന്ദര തീരം. 2025 ലോക വനിതാ ചെസ് ചാമ്പ്യൻഷിപ്പ് കിരീടം 5ാം തവണയും നേടിയ ചൈനീസ് ചെസ് താരം ആര്? ഉത്തരം ജു വെൻജുൻ.